ഗർഭിണി വേഴ്സസ് വന്ധ്യായ മരുമകൾ നാലാമത്തെ പാർട്ടിൽ ഗർഭിണി മരുമകൾ കവിതയെ വന്ധ്യായ മരുമകൾ രജിത പാമ്പിനെ അയച്ച് കൊല്ലാമെന്ന് അവൾ പ്ലാൻ ചെയ്തു. പക്ഷേ രജിതയിട്ട പ്ലാൻ ഒരെണ്ണം പോലും സക്സസ് ആയില്ല. അതുകൊണ്ട് വീണ്ടും അവൾ ഒരുപാട് പക വളർത്തി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഗർഭിണി മരുമകൾ വേഴ്സസ് വന്ധ്യായ മരുമകൾ പാർട്ട് 5-ൽ അറിയാം. അമ്മ ശകുന്തളയുടെ കാറത്. അമ്മ ശകുന്തള ദേവിയോടൊപ്പം കാറിൽ എവിടേക്കോ പോയിക്കൊണ്ടിരുന്നു വന്ധ്യായ മരുമകൾ രജിത. എവിടെ പോവാന്ന് ചോദിച്ച എന്താമ്മയൊന്നും പറയാത്തത്? ഇങ്ങനെ കാറിൽ കൊണ്ടുപോകുന്നത് എവിടേക്കാണമ്മ? ആ ഗർഭിണി മരുമകൾ കവിതയെ കൊന്നുകളയണമെന്ന് നീയല്ലടി പറഞ്ഞേ? അതേ പറഞ്ഞു. ഇപ്പോഴും അത് തന്നെയാ പറയുന്നേ. അവൾ ജീവനോട് ഇരിക്കാനേ പാടില്ല. ശകുന്തള ദേവിയുടെ കാറ് മുന്നിൽ പോയിക്കൊണ്ടേയിരുന്നു. മെയിൻ റോട്ടിൽ നിന്ന് മൺ റോട്ടിലേക്ക് വന്നു ശകുന്തള ദേവിയുടെ കാർ. അങ്ങനെ കാർ വേഗത്തിൽ പോയി ഒരു കാടിനുള്ളിലുള്ള ഒരു കാട് പിടിച്ച വീടിന്റെ മുന്നിൽ നിന്നു. ശകുന്തള ദേവി ഒരു വാക്കുപോലും മിണ്ടാതെ മകൾ രജിതയും കൂട്ടിക്കൊണ്ട് ആ കാട് പിടിച്ച വീടിനുള്ളിൽ പോയി. അവിടെ ഒരു മന്ത്രവാദി കാറ്റിലിരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ടതും രജിതയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഒന്നും മിണ്ടാതെ അമ്മ എന്തിനാണിവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ആലോചിച്ചു. അമ്മ, എന്താണ് നടക്കുന്നത്? നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറയുമോ? യാഗം നടക്കുന്നു മോളെ, മഹായാഗം. എന്റെ വന്ധ്യത മകളുടെ സന്തോഷത്തിനു വേണ്ടി. ആ കവിത ജീവിതകാലം മൊത്തം കരയാൻ യാഗം നടക്കുന്നടി. അതിന് ഈ മന്ത്രവാദിയാണോ കിട്ടിയത്? അതെടി, നീ എത്ര ട്രൈ ചെയ്താലും നിന്റെ കയ്യിൽ ആ കവിതയുടെ ജീവൻ മാത്രം പോകുന്നില്ലല്ലോ. എന്താ അവൾ മരണത്തിനടുത്ത് വന്ന് രക്ഷപ്പെട്ടു പോകുന്നതെന്ന് അറിയുന്നില്ല. അതെന്താന്നറിയാൻ വേണ്ടിയാണ് ഈ മന്ത്രവാദിയുടെ അടുത്ത് വന്നത്. ഇദ്ദേഹമെല്ലാം കറക്റ്റായിട്ട് പറയും, നോക്കിക്കോ. ഈ മന്ത്രവാദിയൊക്കെ ശരിയാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ അദ്ദേഹത്തിനെ അങ്ങനെ കുറച്ചൊന്നും കാണണ്ട. ഞാൻ എത്രയോ അന്വേഷിച്ചും ഈ മന്ത്രവാദിയെക്കുറിച്ചാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവരെ അന്വേഷിച്ച് അകത്തേക്ക് കാല് വെച്ച ഉടനെ എന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ പറഞ്ഞ ആളാണ് ഇദ്ദേഹം. അപ്പോ നമ്മുടെ പ്രശ്നത്തിന് ഇദ്ദേഹം പരിഹാരം പറയുമെന്ന് കരുതുന്നോ? അതിനല്ലേ നമ്മൾ വന്നത്. അപ്പൊ എന്തിനാ അമ്മ വെയിറ്റ് ചെയ്യുന്നേ? അറിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ. അദ്ദേഹം എന്തോ ഒരു യാഗത്തിലാണ്. നമ്മൾ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യരുത്. കുറച്ച് കാത്തിരിക്കും മോളെ. ഇതുപോലത്തെ സ്ഥലത്ത് നമ്മൾ വിചാരിച്ചത് നടക്കും. പക്ഷേ നീ അതിനുവേണ്ടി കുറച്ച് കാത്തിരിക്കണം. അങ്ങനെ നീ കാത്തിരുന്നാലേ നീ വിചാരിച്ചതൊക്കെ നടക്കൂ. കുറച്ചു നേരത്തിന് ശേഷം ആ മന്ത്രവാദി കണ്ണുകൾ തുറന്നു നോക്കി. മുകളിൽ നിന്ന് അങ്ങനെ താഴെ വന്ന് ഇരുന്നു. താഴെ ഒരു വലിയ ഭൂചക്രം ഉണ്ടായിരുന്നു. അടുത്തൊക്കെ നാരങ്ങ മുറിച്ചു വച്ചിരുന്നു. ആ ചക്രത്തിന്റെ നടുവിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലുള്ള ആൾ ഇപ്പോ മന്ത്രവാദിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. മന്ത്രവാദി ഒരു പാവയെടുത്ത് ആ പാവയുടെ കാലിൽ സൂചി കൊണ്ട് കുത്തി. അങ്ങനെ അയാൾ കരഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ടതും ആ മന്ത്രവാദി ചിരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് തിരിഞ്ഞ് ശകുന്തള ദേവിയെ നോക്കി. ശകുന്തള ദേവി ആ മന്ത്രവാദിയെ നോക്കി നമസ്കരിച്ചു. അടുത്തുവാ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ആ മന്ത്രവാദി. ഉടനെ മകളെയും കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഈ യുവതി ആരാണ്? എന്റെ വന്ധ്യായ മകളാണ്. അതാണ് എന്റെ മകൾ രജിത. ശരി, ആ ഗർഭിണി പെൺകുട്ടിയുടെ ഫോട്ടോ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ലേ, കൊണ്ടുവന്നിട്ടുണ്ടോ? എടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഗർഭിണി മരുമകൾ കവിതയുടെ ഫോട്ടോ ആ മന്ത്രവാദിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. മന്ത്രവാദി ആ ഫോട്ടോ നോക്കി എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ആ മന്ത്രവാദിയുടെ അടുത്തുള്ള ആ തലയോട്ടി പെട്ടെന്ന് തെറിച്ചുപോയി. മന്ത്രവാദി വളരെ ദേഷ്യത്തോടെ ഫോട്ടോയിലുള്ള കവിതയെ നോക്കി. അവൻ കണ്ണുകൾ അടച്ചു. അവന്റെ ജ്ഞാനദൃഷ്ടിയിൽ കവിതയുടെ കഴുത്തിലുള്ള ഒരു ഏലസ് അവൻ കണ്ടു. മന്ത്രവാദി കണ്ണുകൾ തുറന്നു. ഒരുപാട് ശാന്തമായി ശകുന്തള ദേവിയെ നോക്കി. ആ ഗർഭിണിയായ പെൺകുട്ടി കവിത വളരെ ഭാഗ്യശാലിയാണ്. അവളുടെ കഴുത്തിൽ വളരെ ശക്തിയുള്ള മഹാദേവന്റെ അനുഗ്രഹമുള്ള ഒരു ലോക്കറ്റുണ്ട്. അതുകൊണ്ടാണ് അവളുടെ അടുത്ത് മരണം പോലും അടുക്കാത്തത്. അതിൽ നിന്നും വരുന്ന ശക്തി താങ്ങാൻ കഴിയാതെ അത് പേടിച്ച് പിന്മാറുന്നു. എന്റെ മകളുടെ കണ്ണിൽ സന്തോഷം കാണുന്നതിനുള്ള ഭാഗ്യം എനിക്കില്ലേ മോനെ? ഉണ്ട് ശകുന്തളാദേവി. അവളുടെ കഴുത്തിലുള്ള ആ ലോക്കറ്റ് എടുത്തു മാറ്റിയാൽ മതി. അവിടെ ലോക്കറ്റ് മാറ്റുന്ന ആ നിമിഷം എന്റെ ശക്തി അവളെ വശീകരിച്ച് അവൾ തന്നെത്താനെ മരിക്കുന്നത് പോലെയാക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങൾക്ക് കിട്ടൂ. നീ എന്താ പറയുന്നേ ബേബി?
ഇതിൽ പറയാൻ എന്തുള്ളമ്മേ? ഇദ്ദേഹത്തിന് കഴിയില്ലെന്ന് മനസ്സിലായി. അതാണ്, എന്തോ ശക്തിയുണ്ട്, അത് എടുത്താലാണ് അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അവളെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അത്രയുള്ളൂ? ഇത് സില്ലിയല്ലേ? അത് തെറ്റാണ് ശകുന്തളാദേവി. നിന്റെ മകളോട് പറയൂ, അവൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ മരണം നിശ്ചയമാണ്. കളിയാക്കിയാൽ ശിക്ഷ വലുതായിരിക്കും. സാറേ ദേഷ്യപ്പെടരുത്. ചെറിയ കുട്ടിയാ. നിങ്ങളെന്തോ പറയുമ്പോ അവളത് വേറെന്തോന്ന് മനസ്സിലാക്കി. എനിക്ക് വേണ്ടിയൊന്ന് ക്ഷമിക്കൂ സാറേ. ഇവിടെ നോക്കൂ, ആ പെൺകുട്ടിയുടെ കയ്യിൽ ലോക്കറ്റ് ഉണ്ടെന്നും ആ ലോക്കറ്റിൽ ശക്തി ഉണ്ടെന്നും പറഞ്ഞാൽ നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ഒരു കാര്യം ചെയ്യ്, അപ്പോൾ നിനക്ക് തന്നെ താനേ മനസ്സിലാകും. പറയൂ, എന്തു ചെയ്യണം? നിങ്ങൾ കൊണ്ടുവന്ന ആ ഫോട്ടോ അവിടെ തന്നെയല്ലേ ഉള്ളത്? ആ ഫോട്ടോയെടുത്ത് അവിടെ കത്തുന്ന തീയിലിട്. അത് കത്തിക്കഴിഞ്ഞാൽ നീ പറയുന്നത് പോലെ ഞാൻ പറയുന്നതെല്ലാം കള്ളമാണ്. കത്താതെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അവൾക്ക് ശക്തിയുണ്ടെന്ന് നീ സമ്മതിക്കണം. അത് കഴിഞ്ഞ് രജിത ഒന്നും മിണ്ടാതെ ഗർഭിണിയായ കവിതയുടെ ഫോട്ടോ അവൾ എടുത്തു. അവൾ ഒന്നും മിണ്ടാതെ കവിതയുടെ ഫോട്ടോ കത്തിക്കൊണ്ടിരുന്ന തീയിൽ ഇട്ടു. തീ ഒരുപാട് ആളിക്കത്തി. പക്ഷേ കവിതയുടെ ഫോട്ടോ മാത്രം ഒന്നും സംഭവിച്ചില്ല. അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറും തീ കത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ അത്ര നേരമായും കവിതയുടെ ഫോട്ടോ ആ തീയിൽ കത്തുന്നില്ല. അപ്പോഴാണ് രജിതയ്ക്ക് സത്യം മനസ്സിലായത്. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാം. ഞാൻ അവളോട് സംസാരിച്ച് അവളുടെ കഴുത്തിലുള്ള എലസ് എടുക്കുന്നത് പോലെ ചെയ്യാം. നിങ്ങൾ എല്ലാം ചെയ്യാൻ റെഡി ആയിരിക്കൂ. നീ അറിയാതെ തന്നെ നിന്റെ ചുറ്റിനും എന്റെ ശക്തി കാവലിനുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ശകുന്തളാദേവി ബാഗിൽ നിന്ന് ഒരു കെട്ട് പൈസ മന്ത്രവാദിക്ക് കൊടുത്തു. ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ, അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുന്നത് നടക്കും. അടുത്തൊരു വാക്കുപോലും മിണ്ടാതെ ശകുന്തളാദേവി പിന്നെ രജിത കാർ എടുത്ത് അവിടുന്ന് പുറപ്പെട്ടു. ശകുന്തളാദേവി കാറ് ഓടിച്ചുകൊണ്ടേയിരുന്നു. രജിത ആലോചിച്ചുകൊണ്ടിരുന്നു. വാട്ട് ബേബി, എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? മകൾ നന്നായിരിക്കണമെന്ന് അച്ഛനമ്മ ഇത്രയും കെയർ എടുക്കുമോ? അങ്ങനെ ചെയ്താലല്ലേ അവരച്ഛനമ്മ മകളോടുള്ള സ്നേഹത്തിൽ നീ സന്തോഷമായിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ അതുപോലെയാണ് ആ കവിതയുടെ അമ്മ. അവരുടെ മകൾ നന്നായിരിക്കാൻ കഴുത്തിൽ ഏലസ് കിട്ടിയതുപോലെ തോന്നുന്നു. എല്ലാ അച്ഛനമ്മയും മക്കൾ സന്തോഷമായിരിക്കാനല്ലേ ആലോചിക്കുക, കഷ്ടപ്പെടണമെന്ന് ആലോചിക്കില്ലല്ലോ. നിങ്ങളെ കാണുമ്പോഴേ എനിക്ക് അറിയുന്നു അമ്മ, എന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു അമ്മ. ലവ് യു മാ. ലവ് യു ടു ബേബി. നീ ഇപ്പൊ വീട്ടിൽ ചെന്ന് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായി ചെയ്താൽ മതി. ചെയ്യാമ്മ. ശകുന്തളാദേവി ഇപ്പൊ കാറ് മെയിൻ റോഡിലേക്ക് കൊണ്ടുവന്നു. മെയിൻ റോഡിൽ ആ കാറ് വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. വീട്ടിൽ ഹാളിലുള്ള ബെഡിലിരിക്കുന്നുണ്ടായിരുന്നു ഗർഭിണി മരുമകൾ കവിത. അപ്പോ അതേ സമയത്തിൽ ഒരു പാത്രത്തിൽ ജ്യൂസ് എടുത്തുകൊണ്ട് കവിതയുടെ അമ്മായിമ്മ അടുത്തേക്ക് വന്നു. അത് കണ്ടതും കവിത ഇങ്ങനെ പറഞ്ഞു, അയ്യോ അമ്മേ, എന്താ ഇത്? പാത്രം മുഴുവനുമുണ്ടല്ലോ. അതേ മരുമകളെ, ഇത് ജ്യൂസ്. ഇപ്പൊ നീ കുറെ ജ്യൂസ് കുടിക്കണം. നിന്റെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ, അതുകൊണ്ട് ദിവസം നീ ഇത്ര ജ്യൂസ് കുടിക്കണം. പക്ഷേ അമ്മേ, ഞാൻ ജ്യൂസ് കുടിച്ച് 1 മണിക്കൂർ പോലും ആയില്ലല്ലോ. എന്താ മരുമകളെ, ബാത്റൂം പോകുന്നു വരുന്നു, അപ്പൊ ജ്യൂസ് കുടിക്കണം. ഞാൻ സമ്മതിക്കില്ല. പക്ഷേ ഇത്ര കൊണ്ടുവന്നാ എങ്ങനെ അമ്മേ കുടിക്കും? അതാണോ നിന്റെ പ്രശ്നം? പെട്ടെന്ന് ശരിയാക്കി തരാം. അങ്ങനെ പറഞ്ഞ അമ്മായിമ്മ അകത്ത് പോയി ഒരു സെലൈൻ പൈപ്പ് എടുത്തുകൊണ്ടുവന്നു. ഒരു ഭാഗ പൈപ്പ് പാത്രത്തിലിട്ട് മറ്റേ ഭാഗത്ത് വലിച്ചു കുടിക്ക്. അങ്ങനെ പറഞ്ഞ് സുഭദ്ര പൈപ്പിന്റെ ഒരു ഭാഗം പാത്രത്തിലും മറ്റേ ഭാഗം മരുമകളുടെ വായിലും വെച്ചു. അപ്പോ കവിത വേറൊന്നും ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ട് കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ശകുന്തളാദേവിയുടെ കാർ ആ വീടിനു മുമ്പിൽ വന്നു നിന്നത്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് കഥ കാണാൻ വേണ്ടി ഉടനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.